ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതൊരു സൂപ്പർ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. വേറെ ഒന്നല്ല, ഇന്ന് എൻ്റെ വണ്ടി ഡെലിവറി ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ അത് എടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാനും ഹസ്ബൻഡും ധനുഷും അമ്മയും പിന്നെ വേറെ ആളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആരാണെന്നുള്ളത് ഞാൻ കാണിക്കാം വീഡിയോയിൽ. അപ്പോൾ അമ്മ ജോലി സ്ഥലത്താണുള്ളത്. അപ്പോൾ അമ്മനെ അവിടെ നിന്നാണ് നമ്മൾ കൂട്ടാനായിട്ട് നേരെ തളിപ്പറമ്പിൽ TVSൻ്റെ ഷോറൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ബുക്ക് ചെയ്യാൻ പോയതെല്ലാം ഒരു വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അമ്മ കയറിയിട്ടുണ്ട്. അപ്പോൾ അമ്മ അവിടുന്ന് ഒരു നല്ല സൂര്യകാന്തി സൺഫ്ലവർ ഒക്കെ കണ്ടപ്പോൾ ഞാനതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അൻഷു ബേബീൻ്റെ കയ്യിലിരിക്കുന്നത്, അതാണ് ഞാൻ കാണിച്ചത് ആ ഫ്ലവർ. അപ്പോൾ ആ വണ്ടി തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ നമ്മളെ കൂടെ ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് ആദർശ്, നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ. സ്കൂട്ടി എടുത്തിട്ട് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും എടുക്കത്തില്ല. ഇതുപോലെ പബ്ലിക് റോഡിലൊക്കെ എടുക്കാൻ എനിക്ക് നല്ല പേടിയാണ്. അപ്പോൾ ഇനി നമ്മളെ വണ്ടി വന്നതിന് ശേഷം എല്ലാം ചെറിയ റോഡൊക്കെ സെറ്റാക്കി പിന്നെ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോഴായാലും നമുക്ക് സ്കൂട്ടി അങ്ങനെ ഇതില്ല. ഇപ്പോൾ ബൈക്കിലാണല്ലോ ടെസ്റ്റിനായാലും പഠിപ്പിക്കുന്നതായാലും എല്ലാം ബൈക്കിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ നമ്മൾ TVSൻ്റെ തളിപ്പറമ്പുള്ള ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈഫിലൊരു ചെറിയൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമാണ് കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ബാക്ക് അടിച്ച് നിന്ന ഒരു കാര്യമായിരുന്നു ഈ ഡ്രൈവിംഗ് പഠിക്കാൻ, അതിൻ്റെ ലൈസൻസ് എടുക്കാമെന്നൊക്കെ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഒരു കോൺഫിഡൻസ് കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നല്ല ഹൈറ്റ് കുറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വെറും 141 സെൻറ്റിമീറ്റർ ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ ആ ഹൈറ്റ് വെച്ചിട്ട് ഇത് എന്നെക്കൊണ്ട് സാധിക്കുമോ, വണ്ടിയിലിരുന്ന കാലത്തോ അപ്പോൾ നമ്മൾ നിരത്തിൽ ഓടുമ്പോൾ നമുക്കത് സാധിക്കുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് ബാക്ക് അടിച്ച് വേണ്ടാന്ന് വെച്ച് നിന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ്, അച്ഛൻ, പിന്നെ എന്നെ പഠിപ്പിച്ച മാസ്റ്റേഴ്സ്, അവരൊക്കെ തന്ന ആ ഒരു മോട്ടിവേഷൻ കൊണ്ടേ മാത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതെനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞാൻ 100% ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. പിന്നെ ഇതാ താക്കോൽ ദാനം, അങ്ങനത്തെ സംഭവങ്ങൾ, പരിപാടീസൊക്കെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെ വണ്ടി എടുക്കണം. നമ്മളെ വണ്ടി പുറത്തേക്ക് ഇറക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് അത് ഓടിക്കണം എന്നൊരു ഇതുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഉരുട്ടി നോക്കുന്നുണ്ട് കേട്ടോ. പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം ദൂരമൊന്നും ഓടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അത് മൂവ് ചെയ്യിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ, നമ്മളെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് വണ്ടി എടുക്കുന്നത്, നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതും ഒക്കെ ആളാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ കുറേ അധികം ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ആക്ച്വലി എനിക്കൊരു വൈൻ കളർ കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ. പക്ഷെ ഇതിലുള്ളത്ര ഫെസിലിറ്റീസ് ആ ഒരു വണ്ടിക്കില്ല, ആ ഒരു കളറിൽ. അപ്പം അതുകൊണ്ട് ഈ ഒരു സംഭവം ബുക്ക് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, പക്ഷെ മറ്റേ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ 2 ഹെൽമെറ്റൊക്കെ നമുക്ക് തരുന്നുണ്ട്. 2 ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഹെൽമെറ്റ് ഓപ്പൺ ആയിട്ടുള്ളതും ഒരു ഹെൽമെറ്റ് ഫുൾ കവേർഡ് ആയിട്ടുള്ള സംഭവം ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ നമ്മുടെ വണ്ടി ഫസ്റ്റ് റോഡിലേക്ക് ഇറക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മളിത് വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ തന്നെ ഞാനിത് പ്രാക്ടീസൊന്നും ചെയ്യുന്നില്ല. കാരണം പറശ്ശിനിയിൽ പോയിട്ട് ഇതിൻ്റെ ചാവി നമുക്ക് പൂജിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയിട്ട് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് സേഫായിട്ട് നമ്മുടെ വണ്ടി വീട്ടിലേക്ക് എത്തി. അപ്പോൾ അവർ രണ്ടാളും കൂടെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അത് വണ്ടി ഇവിടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചാവിയൊക്കെ ഒന്ന് പൂജിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇത് ഓടിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ബൈ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ.